നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കുടുങ്ങിപ്പോയതായി തോന്നിയിട്ടുണ്ടോ? ലോകം നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതുകൊണ്ടല്ല, പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ എന്തോ ഒന്ന് മന്ത്രിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ആ മന്ത്രിക്കൽ കള്ളമായിരിക്കാം. ഒരു ശക്തനായ ആനയെക്കുറിച്ച് ഒരു പഴയ കഥയുണ്ട്. ഒരു വീടുപോലെ ഉയരമുള്ള, മതിലുകൾ തകർക്കാൻ തക്ക ശക്തിയുള്ള. എന്നിട്ടും എല്ലാ ദിവസവും അത് ഒരു ദുർബലമായ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് നിശബ്ദമായി നിന്നു. ഈ ചങ്ങലയ്ക്ക് അവനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഒരു വലിവ് അത് ഒടിഞ്ഞു വീഴും. പക്ഷേ ആന ഒരിക്കലും ശ്രമിച്ചില്ല. എന്തുകൊണ്ട്? കാരണം ഒരു കാളക്കുട്ടിയെന്ന നിലയിൽ അവൻ അതേ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരുന്നു. അന്ന് അവൻ സ്വതന്ത്രനാകാൻ വളരെ ചെറുതായിരുന്നു. അവൻ വലിച്ചു, അവൻ പോരാടി, വേദനാജനകമായ ഒരു പാഠം പഠിക്കുന്നതുവരെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചങ്ങല അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ജയിൽ അവന്റെ മനസ്സിനുള്ളിൽ നീങ്ങി. ഇതാ ട്വിസ്റ്റ്. ഞാനും നീയും, നമുക്ക് നമ്മുടേതായ അദൃശ്യ ചങ്ങലകളുണ്ട്. എനിക്ക് ഗണിതത്തിൽ നല്ല കഴിവില്ല എന്ന ശൃംഖല. എനിക്ക് ഒരിക്കലും ആത്മവിശ്വാസം ഉണ്ടാകില്ല എന്ന ശൃംഖല. ഞാൻ എന്ന ശൃംഖല. ആ ആനയെപ്പോലെ നമ്മൾ അവയെ ചോദ്യം ചെയ്യുന്നില്ല. നമുക്ക് അവയെ തകർക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, പക്ഷേ നമുക്ക് കഴിയില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ധാർമ്മികത. മാനസിക ചങ്ങലകൾ ശാരീരിക ചങ്ങലകളെക്കാൾ ശക്തമാണ്. അതിനാൽ നിങ്ങൾ ഒരു സ്വപ്നം, ഒരു കഴിവ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പതിപ്പ് എന്നിവ ഉപേക്ഷിക്കുന്നതിനു മുമ്പ് ചോദിക്കുക, ഇതൊരു യഥാർത്ഥ പരിധിയാണോ, അതോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്വീകരിച്ച ഒരു വിശ്വാസമാണോ? നിങ്ങൾ അത് പരീക്ഷിക്കുന്ന നിമിഷം അത് ഒരിക്കലും പൂട്ടിയിട്ടില്ലെന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കാം. ഇതാ രസകരമായ കാര്യം. ഒരു ആന ഒടുവിൽ അതിന്റെ ചങ്ങല തകർക്കുമ്പോൾ മറ്റുള്ളവ പലപ്പോഴും പിന്തുടരുന്നു. കാരണം പരിധികൾ പകർച്ചവ്യാധിയാണ്. എന്നാൽ സ്വാതന്ത്ര്യവും അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറായ ഒരു ചങ്ങല എന്താണ്? അത് അഭിപ്രായങ്ങളിൽ ഇടുക. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഈ കഥ പങ്കിടുക. കാരണം അവർക്ക് ആവശ്യമായി വരുന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിരിക്കാം. ശൃംഖല യഥാർത്ഥമല്ല.